ഹലോ എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നലെ മാർക്കറ്റ് നല്ല രീതിയിൽ താഴ്ന്നു. നിഫ്റ്റിയും സെൻസെക്സും ബാങ്ക് നിഫ്റ്റിയും ഒട്ടുമിക്ക ഇൻഡെക്സുകളും ഒട്ടുമിക്ക ഷെയർസും ഇന്നലെ നല്ല രീതിയിൽ താഴ്ന്നു. അപ്പൊ ചില ഷെയർസ് ഇന്നലെ നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് വിത്ത് വോളിയത്തോടുകൂടി. അതിൽ കയറിയ മറ്റൊരു ഷെയറാണ് വോൾട്ടാസ്. എന്തുകൊണ്ടാണ് വോൾട്ടാസ് താഴാതെ ഇന്നലെ നല്ല രീതിയിൽ കയറിയത്? അപ്പൊ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ഡാറ്റകളും മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ചില റൂമേഴ്സും അനുസരിച്ച് വരും ദിവസങ്ങളിൽ ചൂട് കൂടാനും അത് മുഖേന വോൾട്ടാസിന്റെ വോൾട്ടാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമുക്കറിയാം. കൂളിംഗ് ഉൽപ്പന്നങ്ങളാണ് വോൾട്ടാസ് എന്ന ഷെയർ എന്ന കമ്പനി ഉപയോഗിക്കുന്നത്. റെഫ്രിജറേറ്റർ, കൂളിംഗ്, AC-കൾ, എയർ കണ്ടീഷണറുകൾ. അപ്പൊ അതിന്റെ ഉപഭോഗം കൂടാനും വോൾട്ടാസിന് വരുമാനം ഉണ്ടാകും എന്നുള്ള ഒരു റൂമർ മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വോൾട്ടാസ് ഷെയർ ഇന്നലെ താഴാതെ നല്ല രീതിയിൽ കയറാനുള്ള സാധ്യത കണ്ടത്. നമുക്കറിയാം വോൾട്ടാസ് എന്ന കമ്പനി ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള ഒരു കമ്പനിയാണ്. മെയിനായിട്ട് അത് കൂളിംഗ് സിസ്റ്റം ഉൽപ്പാദിപ്പിക്കുന്നു. അത് എയർ കണ്ടീഷണറുകളും കൂളിംഗ് സിസ്റ്റം റെഫ്രിജറേറ്ററുകളും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണ്. അതുകൂടാതെ വാട്ടർ കൂളറുകൾ എല്ലാം അത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണ്. വോൾട്ടാസിന് ഇന്ത്യയിൽ ഉത്തരാഖണ്ഡിൽ, ഗുജറാത്തിലൊക്കെ നിർമ്മാണം വേണ്ടിയിട്ടുണ്ട്. അതുകൂടാതെ ദുബായ്, അബുദാബി, ഖത്തർ, ഒമാൻ, സൗദി എന്നിവരിലേക്കെല്ലാം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ഉണ്ട്. വോൾട്ടാസ് എന്ന കമ്പനി നല്ല രീതിയിൽ ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. എല്ലാ വർഷവും മുടങ്ങാതെ ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. ഇനി നമുക്ക് വോൾട്ടാസിന്റെ ടെക്നിക്കൽ ഗ്രാഫിലേക്ക് ഒന്ന് പോയി നോക്കാം എങ്ങനെയാണ് ഉണ്ടാവുക. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന വോൾട്ടാസിന്റെ ഇൻട്രാഡേ ഗ്രാഫാണ്. അതിൽ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും വോൾട്ടാസ് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ്. പ്രീവിയസ് ഒരു ട്രെൻഡ് ലൈൻ വിത്ത് നല്ലൊരു വോളിയത്തോടു കൂടിയാണ് ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ഇന്നലെ കയറി. അപ്പൊ കഴിഞ്ഞ ഒരു 3 ദിവസങ്ങളിൽ 3-4 ദിവസം നല്ല വോളിയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ട്രെൻഡ് ലൈൻ. ഇതാണ് ഈ നമ്മളിപ്പോ കാണുന്ന ചാർട്ട് ഒരു ഏകദേശം ഒരു 6 മാസത്തെ ചാർട്ടാണ്. നമുക്ക് ഈ ചാർട്ടിനെ ഒന്നുകൂടി വലുതാക്കി മുഴുവൻ ഡാറ്റ കിട്ടാവുന്ന രീതിയിലേക്ക് ഒന്ന് ചെറുതായി നോക്കാം. അപ്പൊ ഇപ്പോൾ ഈ ചാർട്ടിന് കുറച്ചും കൂടി ഭംഗിയായിട്ട് കൂടുതൽ കാലഘട്ടത്തിലുള്ള ചാർട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇനി ഈ ചാർട്ടിൽ എന്തൊക്കെയാണെന്ന് വന്നിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ചാർട്ട് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഇവിടെ നിന്ന് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് ലൈൻ കിട്ടിയ നമുക്ക്, അതായത് 3-4 തവണ ടച്ച് ചെയ്ത ഒരു ട്രെൻഡ് ലൈൻ ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു പ്രാവശ്യം ടച്ച് ചെയ്തു, ഇവിടെ 2 പ്രാവശ്യം ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്തു, ഇവിടെ ഒരു പ്രാവശ്യം ടച്ച് ചെയ്തു. അപ്പൊ 4 പ്രാവശ്യം ഈ ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്തു. 5ാമത്തെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തു പോയി, അതായത് വിത്ത് ഹ്യൂജ് വോളിയത്തോട്. ഇനി നമുക്ക് ഈ ചാർട്ടിന് നമ്മളിപ്പോ ഇൻട്രാഡേ ടൈം ഫ്രെയിമിൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് നിൽക്കുകയാണ് ഈ ചാർട്ട്. അപ്പൊ ഈ ചാർട്ടിന്റെ മറ്റൊരു വശം നമുക്ക് നോക്കിയാല് വേറൊരു വശം കൂടി നമുക്ക് നോക്കാം. ഇവിടം വരെ താഴ്ന്നു ഇൻട്രാഡേ, അതുകൂടാതെ ഇവിടെ ടച്ച് ചെയ്തു, ഈ ട്രെൻഡ് ലൈനെ ടച്ച് ചെയ്തു, വീണ്ടും താഴ്ന്നു. പക്ഷെ ഈ താഴ്ചയിലേക്കാൾ മുകളിലാണ്. ഓക്കെ, വീണ്ടും ടച്ച് ചെയ്തു, വീണ്ടും താഴ്ന്നു. ഇത് രണ്ടും തമ്മിലുള്ള അകലം ലോകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൂടാണ്ട് വീണ്ടും കയറി. ചിലപ്പോൾ ഇവിടെ നിന്ന് ഒരു റീടെസ്റ്റിന് വന്നേക്കാം, എന്നിട്ട് ഇത് കയറാനുള്ള സാധ്യത കാണുന്നു. ഇനി നമുക്ക് ഈ ചാർട്ടിനെ നമുക്ക് വീക്കിലിയിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ വീക്കിലി ഉള്ള ചാർട്ട്. വീക്കിലി ഉള്ള ചാർട്ടിൽ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ തന്നെയാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. വ്യക്തമായിട്ട് ഒരു ട്രെൻഡ് ലൈൻ തന്നെയാണ് വീക്കിലും നല്ല ഭംഗിയോടുകൂടി. വീക്കിൽ നമ്മൾ നോക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗി കാണുന്നുണ്ട്. വീക്കിൽ അത് മാത്രമല്ല ഒരു അസെൻഡിങ് ട്രയാങ്കിൾ ഫോർമേഷൻ ആയിട്ട് ഇതൊരു ഫോം ചെയ്യുന്ന നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഒരു അസെൻഡിങ് ട്രയാങ്കിൾ ഉണ്ടാവും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു അസെൻഡിങ് ട്രയാങ്കിൾ നമുക്ക് ഇവിടെ നിന്ന് ടച്ച് ചെയ്താലും അത് ഒരു അസെൻഡിങ് ട്രയാങ്കിൾ ഫോർമേഷൻ ആണ് ഇവിടെ നിന്ന് കിട്ടുക വീക്കിലി വന്നപ്പോൾ. ഇത് കണ്ട വീക്കിലി നമ്മൾ നോക്കുമ്പോൾ
ഈ കാലാവധിക്ക് ഏകദേശം 5-8 മാസത്തിനുള്ളിൽ നല്ലൊരു വോളിയം ജനറേറ്റ് ചെയ്തു. ഏകദേശം ഒരു 8 മാസത്തിനുള്ളിൽ ഇത്രയും വോളിയം ഉണ്ടായിട്ടില്ല. വിത്ത് നല്ലൊരു ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിലാണ് വീക്കിലുള്ളത്. ഇത്രയാണ് വീക്കിലുള്ളത്. പക്ഷെ വീക്കില് മറ്റൊരു ഭംഗിയുള്ള ഒരു കാര്യം കൂടി വീക്കിലി ചാർട്ടിൽ ഒളിഞ്ഞെടുക്കുന്നുണ്ട്. അത് നമുക്ക് നോക്കാം എന്താണ് ആ കാര്യം എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ഡെലീറ്റ് ചെയ്ത് കളഞ്ഞു നോക്കാം. കേട്ടാ, വീക്കിലിന്റെ ചാർട്ട് നമ്മൾ വന്നിരിക്കട്ടെ, ഇങ്ങനത്തെ ചാർട്ട്. ഈ ചാർട്ടിന്റെ ഒരു ഭംഗി നോക്കി നമ്മൾ. ഈ ചാർട്ടിന്റെ ഭംഗി എന്ന് വെച്ചാല് ഈ ചാർട്ടാ ഈ 940 ഏകദേശം 930 റേഞ്ചിൽ ഒരു ആ റേഞ്ച് കണ്ട അതിന്റെ ഒരു ഭംഗി. അതായത് ഇവിടെ നമുക്ക് നോക്കിയാൽ മാർക്കറ്റ് കയറിപ്പോയി, വീണ്ടും ഈ റേഞ്ചിൽ വന്ന് ടച്ച് ചെയ്തു, വീണ്ടും കയറിപ്പോയി, വീണ്ടും ഈ റേഞ്ചിൽ വന്ന് ടച്ച് ചെയ്തു, വീണ്ടും രണ്ടാമത് കയറിപ്പോയി, വീണ്ടും ഈ റേഞ്ചിൽ വന്ന് ടച്ച് ചെയ്തു, വീണ്ടും ഒരു നാരോ റേഞ്ച്, ഒരു കൺസോളിഡേഷൻ, വീണ്ടും ആ സപ്പോർട്ട് നേരെ താഴേക്ക് പോയി, വീണ്ടും അവിടെ തന്നെ വന്ന് ടച്ച് ചെയ്തു. ഈ പോയിന്റിൽ ടച്ച് ചെയ്തു, വീണ്ടും താഴേക്ക് വന്നു, വീണ്ടും ഈ പോയിന്റ് തന്നെ എത്തി, വീണ്ടും ഇവിടേക്ക് താഴേക്ക് വന്നു, വീണ്ടും ആ പോയിന്റിൽ വന്ന് മുകളിൽ കയറി നിൽക്കുന്നു. അതായത് 940 ഈ റേഞ്ച് നമ്മൾ ഈ വരച്ച ലൈനിന്റെ മുകളിലാണ് ഇപ്പൊ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു പ്രീവിയസ് ഇവിടം വരെ നമുക്ക് ഇവിടം വരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ ഇതൊരു സപ്പോർട്ട് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്തിരുന്നു. ഇവിടെ ഒരു സപ്പോർട്ട് പോയിന്റ് ആയിരുന്നു നമുക്ക്. അതായത് സെപ്റ്റംബർ മാസത്തിൽ ഇതൊരു സപ്പോർട്ട് പോയിന്റ് ആയിരുന്നു. അതായത് സെപ്റ്റംബർ മാസത്തില് ഒരു സപ്പോർട്ട് പോയിന്റ് വരായിരുന്നു. അതിനുശേഷം സെപ്റ്റംബറിന് ശേഷം ഈ പോയിന്റ് നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാറി. അതിനുശേഷം ഇന്നലെ അത് നല്ല വലിയ 20-ാം തീയതി ഡിസംബർ 20-ാം തീയതി അത് വലിയ ക്യാൻഡിലോട്ട് കണ്ട. ഈ ഇത്രയും വോളിയുള്ള ക്യാൻഡിൽ ഇവിടെ വന്നിട്ടില്ല. കണ്ട, ഇവിടെ മാത്രമേ വന്നിട്ടുള്ളൂ ഇത്രയും വോളിയം. അപ്പൊ വോളിയത്തോട് കൂടി ഇത് കയറി. അപ്പൊ വരും ദിവസങ്ങളിൽ ഇതൊരു അപ്സൈഡിലേക്ക് നമുക്ക് ചാൻസ് ഉണ്ട്. കാരണം പിന്നെ നമ്മൾ ഈ പറഞ്ഞ റൂമർ ചൂട് കൂടുന്ന മറ്റേ, അപ്പൊ ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് ഒരിക്കലും നിങ്ങൾ കാണരുത്. അതായത് ഇത്രയും കണ്ടീഷൻ, ഇതൊരു റെഫ്രിജറേറ്ററും കൂളറും ഉണ്ടാക്കുന്ന കമ്പനി. അപ്പൊ നമുക്കറിയാലോ കാലാവസ്ഥ വ്യതിയാനങ്ങളുണ്ട്. അതുകൂടാണ്ട് ഇത് ടെക്നിക്കലി നമ്മൾ നോക്കുമ്പോൾ വോളിയത്തോടുകൂടി ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം വാച്ച് ചെയ്തിട്ട് മുകളിലേക്ക് നിൽക്കുന്നു. അപ്പൊ ഇതൊരു വാച്ച് ലിസ്റ്റിൽ ഇടാം നിങ്ങൾ. അങ്ങനെ ഇതിന്റെ പെർഫോമൻസ് ഒന്ന് കാണും. ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് കണക്കാക്കി ഞാൻ റെക്കമെൻഡേഷൻ ചെയ്തതല്ല. എന്റെ മനസ്സിൽ തോന്നിയ അല്ലെങ്കിൽ ചാർട്ടിൽ ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങളെ ബോധിപ്പിക്കുന്നു എന്ന് മാത്രം. ഇതിനോട് യോജിപ്പുള്ളവരുണ്ടാവാം, വിയോജിപ്പുള്ളവരുണ്ടാവാം. അതല്ലാതും നിങ്ങളുടെ ഇഷ്ടം. യോജിക്കുന്നവർക്ക് യോജിക്കാം, വിയോജിക്കുന്നവർക്ക് വിയോജിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. അപ്പൊ ഞാനിത് കണ്ട കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. താല്പര്യമുള്ളവർ വാച്ച് ലിസ്റ്റിൽ ഇടാം. എന്നിട്ട് നിങ്ങൾ ഫിനാൻസ് അഡ്വൈസർ ആയിട്ട് തീരുമാനിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.